താങ്ക് ഗോഡ്. സ്തോത്രം. അറിയുമല്ലോ, രതീഷാണേ. നമുക്കൊക്കെ ആഗ്രഹമാണ് ഒന്ന് തുറന്ന് കിട്ടണം. നന്മയുടെ, അനുഗ്രഹത്തിൻ്റെ, വാഗ്ദത്ത നിവൃത്തിയുടെ പുതിയ വാതിലുകൾ, ഇന്നലകളിൽ അടഞ്ഞുപോയ ഒപ്പമുണ്ടായിരുന്ന പഴയ വാതിലുകൾ പിന്നെയും സമൃദ്ധിയിലേക്കും സമാധാനത്തിലേക്കും നമ്മെ നയിക്കുവാൻ തക്കവണ്ണം തുറന്നു വരയണം. ആഗ്രഹം ഇതൊക്കെ തന്നെയാണ്. പക്ഷേ ഒരു നെടുവീർപ്പോടെ ആയിരിക്കും ഇതേക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്. കാരണം തുറന്ന് കിട്ടുവാൻ ഇനി കിട്ടിയാൽ തന്നെ നമ്മുടെ ആഗ്രഹങ്ങളൊട്ട് പൂർത്തീകരിക്കപ്പെടുവാനും പോകുന്നില്ല. നമുക്കറിയാം. ഇവിടെ അവിധത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് പൂർത്തീകരണം ഉണ്ടാകുവാൻ തക്ക വിധത്തിൽ തുറന്നു തരുവാൻ കഴിവുള്ള ഒരുവൻ, എൽ ഷദായ്, സർവശക്തനായ ദൈവം, ആർക്കും അടയ്ക്കുവാൻ കഴിയാത്ത വിധത്തിൽ തുറന്നു തരുന്നവൻ. തുറക്കാനും തുറപ്പിക്കുവാനും ഒക്കെ നമ്മൾ ശ്രമിച്ചു, നമുക്ക് പലപ്പോഴും പറ്റിയിട്ടുണ്ട്. പക്ഷേ പെട്ടെന്ന് അടഞ്ഞു പോകും. എന്നാൽ വചനം പറയുന്നു, ദൈവം തുറന്നു തരും, ആർക്കും അടയ്ക്കുവാൻ കഴിയാത്ത വിധത്തിൽ. ഇന്നലകളിൽ നിങ്ങൾക്ക് തുറന്നു കിട്ടിയത് ശത്രു അടച്ചു കളഞ്ഞു. ആ ഭയത്തോടെ ആയിരിക്കുന്നു. അതിൽ ഏറ്റവും വലിയ ഭയം, കിട്ടിയിട്ടും കാര്യമൊന്നുമില്ല, അനുഭവിക്കാൻ കഴിയത്തില്ല, ഞങ്ങൾക്ക് അതിനുള്ള യോഗമില്ല, എന്ത് കിട്ടിയാലും നല്ലതൊന്നും അനുഭവിക്കാൻ പറ്റത്തില്ല, ശത്രു തുറന്നു കിട്ടുന്നതിനേക്കാൾ വേഗത്തിൽ അടച്ചു കളയുന്നു. അതേ ആ ശത്രുവിന് മുമ്പിൽ നിങ്ങൾ ഭയന്നായിരിക്കുമ്പോൾ സർവശക്തനായ ദൈവത്തിനൊപ്പം നിന്ന് ഈ പകലിൽ നിങ്ങളോട് പറയട്ടെ, ഒരു ശത്രുവിനും ഇന്നലകളിൽ നിങ്ങൾക്ക് തുറന്നു കിട്ടിയതിനെ അടച്ചു കളഞ്ഞ ഒരു ശത്രുവിനും അടച്ചു കളയുവാൻ കഴിയാത്ത വിധത്തിൽ നിങ്ങൾക്ക് വേണ്ടി തുറന്നു തരുന്ന ഒരുവൻ, ആ ജോലി സ്ഥലത്ത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്, നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി തുറന്നു തരുവാൻ കഴിവുള്ള ഒരുവൻ, അതേ ആ ദൈവം ഇന്ന് പകലിൽ നിങ്ങൾക്കൊപ്പമുണ്ട്. സഹോദരി, സഹോദര, മാതാവേ, പിതാവേ, നിങ്ങൾ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ സുഖകരമായ സമൃദ്ധി നിറഞ്ഞ മുൻപോട്ടുള്ള ജീവിതത്തിന് വേണ്ടത് എൻ്റെ കർത്താവ് തുറന്ന് തരും. എങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് ചിലത് തുറപ്പിക്കാം? ആ തുറന്നു കിട്ടുന്നതിൻ്റെ പ്രത്യേകത എന്താണ്? അല്ലെങ്കിൽ ആ തുറന്നു കിട്ടുന്നത് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ മാറ്റുന്നത്? അതേക്കുറിച്ചാണ് ദൈവകൃപയെ ആശ്രയിച്ച് അല്പമായി നമ്മൾ ധ്യാനിക്കുവാനായി പോകുന്നത്. വളരെ പ്രാർത്ഥനയോടെ, പ്രതീക്ഷയോടെ ആയിരുന്നാട്ടെ, നിങ്ങൾക്ക് മുമ്പിൽ ചിലത് ഇന്ന് പകലിൽ തുറന്നു വരും, ദൈവത്താൽ ആർക്കും അടയ്ക്കുവാൻ കഴിയാത്ത വിധത്തിൽ. അപ്പോൾ നമ്മുടെ ധ്യാനത്തിന് വേണ്ടി വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധയ്ക്കായ ഒരു വാക്യം ഞാൻ വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം, അതിൻ്റെ 12-ാമത്തെ വാക്യം. അവനൊരു സ്വപ്നം കണ്ടു, ഇതാ ഭൂമിയിൽ വച്ചിരിക്കുന്ന ഒരു ഗോവേണി, അതിൻ്റെ തല സ്വർഗത്തോളം എത്തിയിരിക്കുന്നു, ദൈവത്തിൻ്റെ ദൂതന്മാർ അതിന്മേൽ കൂടി കയറുകയും ഇറങ്ങുകയും ആയിരുന്നു. ഒരു സ്വപ്നം കാണുകയാണ്. നമ്മളും സ്വപ്നം കാണാറുണ്ട്. പക്ഷെ നമ്മുടെയൊക്കെ സ്വപ്നത്തിനൊരു പ്രത്യേകതയുണ്ട്. ഈ സ്വപ്നം കണ്ട് നമ്മളങ്ങ് ഞെട്ടി ഉണർത്തുന്ന സ്വപ്നങ്ങളാണ് കാണുന്നത്. സുഖമായി ഉറങ്ങുവാൻ അല്ലെങ്കിൽ കുറച്ചു നേരം കൂടെ കിടന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന സ്വപ്നങ്ങളൊന്നും ഇപ്പം വരാറില്ല, അല്ലേ? അങ്ങനെയല്ലേ? ഞെട്ടി ഉണർന്നു കഴിഞ്ഞാലോ പിന്നെ ഗ്ലോക്ക് നോക്കി ഒരേ ഇരിപ്പാ. ഒന്ന് നേരം വെളുത്തെങ്കിൽ മതിയായിരുന്നു. അമ്മാതിരി പേടിപ്പിക്കുന്ന സ്വപ്നങ്ങളാണ്. നമ്മൾ എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുതെന്ന് ആഗ്രഹിക്കുമോ അതെല്ലാം സ്വപ്നത്തിൽ കൂടെ വരിക. കടക്കാർ വരുന്നു, വലിച്ചിറക്കുന്നു, ജപ്തി ചെയ്യുന്നു, ജോലിയില്ലാതെ വീട്ടിനകത്തിരിക്കുന്നു, മക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും അയ്യോ പറയണ്ട, അങ്ങനെയുള്ള സ്വപ്നങ്ങൾ കണ്ട് ഭയന്നായിരിക്കുന്ന നാം. അതിന് മധ്യത്തിൽ വിശുദ്ധ വേദപുസ്തകം പറയുന്നു, ഒരുവനൊരു സ്വപ്നം കാണുകയാണ്. ആരാണ്? യാക്കോബ്. ആ സ്വപ്നത്തിൻ്റെ പ്രത്യേകത എന്താ? ഈ സ്വപ്നം കാണുന്ന യാക്കോബ് താനായിരിക്കുന്ന ആ സന്ദർഭം നമ്മൾ പരിശോധിച്ചാൽ എല്ലാ വഴികളും അടയപ്പെട്ട ഒരു അനുഭവത്തിൽ ഈ ഭൂമിയിൽ യാക്കോബ് ആയിരിക്കുന്നു. ഒപ്പം ബന്ധുക്കളില്ല, ചാർച്ചക്കാരില്ല, സ്വന്തം ദേശമില്ല. അവിടുന്ന് ഓടിച്ച് വിടപ്പെട്ടു എന്ന് പറയാം. തൻ്റെ വാഗ്ദത്തം നിറവേറ്റുന്നതിന് വേണ്ടി, തൻ്റെ ആഗ്രഹങ്ങൾ പ്രാപിച്ചെടുക്കുന്നതിന് വേണ്ടി ഒന്ന് ശ്രമിച്ചു നോക്കി. പക്ഷെ പണി കിട്ടി, ഓടി രക്ഷപ്പെടേണ്ടി വന്നു. ഇരുട്ടത്ത് പേടിച്ച് ലൂസ് എന്ന ഒരു സ്ഥലത്ത്, മരുഭൂമിയാണ്, അവിടെ ഇരിക്കുക. മുമ്പിൽ പ്രതീക്ഷയുടേതായിട്ടുള്ള ഒരു കാര്യങ്ങളുമില്ല. ഇതൊക്കെ തന്നെയല്ലോ അവസ്ഥ. നല്ലതുപോലെ ഉണ്ടോ? ഒന്നുമില്ല, അല്ലേ? പക്ഷേ ആ രാത്രി ഭൂമിയിൽ വഴികളടഞ്ഞായിരിക്കുന്ന യാക്കോബിന് മുകളിൽ മറ്റൊരു ലോകത്തിലൊരു വാതിൽ തുറക്കുകയാണ്. ആമേൻ. ആ വാതിലിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു തുടങ്ങിയത്. ആർക്കും അടയ്ക്കുവാൻ കഴിയാത്തൊരു വാതിൽ, സകല വഴികളും അടഞ്ഞ് പ്രതീക്ഷ നഷ്ടപ്പെട്ട് ഭയന്നായിരുന്ന യാക്കോബിന് മുകളിൽ തുറക്കുക മാത്രമല്ല, ആ വാതിലിൽ കൂടെ ദൈവത്തിൻ്റെ ദൂതന്മാർ ഇറങ്ങുകയും കയറുകയും ചെയ്യുകയാണ്. സ്വർഗവും ഭൂമിയിലെ യാക്കോവുമായ ഒരു റിലേഷൻ അല്ലെങ്കിൽ ഒരു ബന്ധം അവിടെ സ്ഥാപിക്കപ്പെടുകയാണ്. ഫലം എന്താണ്? യാക്കോബ് ആയിരിക്കുന്ന ആ സ്ഥലത്തെക്കുറിച്ച് വചനം പറയുന്നു,
അത് മരുഭൂമിയാണ്. ലൂസ് എന്ന് പേരോട് കൂടിയ മരുഭൂമി. 28-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ. എന്നാൽ സ്വർഗം യാക്കോബിന് മേൽ തുറന്നപ്പോൾ ആ ലൂസ് എന്ന മരുഭൂമി ബേഥേൽ അഥവാ ദൈവത്തിൻ്റെ ഭവനമായി മാറി. മരുഭൂമിക്ക് മുകളിൽ സ്വർഗം തുറന്നപ്പോൾ മരുഭൂമി ബേഥേലായി മാറി, ദൈവത്തിൻ്റെ ഭവനമായി മാറി, നീരോട്ടമുള്ള പച്ചപ്പുള്ള ഭൂപ്രദേശമായി മാറി. ചില മരുഭൂമികളാണ് നമ്മെ ഭയപ്പെടുത്തുകയും സ്വപ്നം കാണുവാൻ പോലും കഴിയാത്തവരാക്കി മാറ്റുകയും ചെയ്യുന്നത്. അതേ സഹോദര സഹോദരി, ഉറങ്ങുവാൻ പോലും കഴിയാതെ ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങൾക്ക് മധ്യത്തിലായിരിക്കുമ്പോൾ കേൾക്ക്, നീ ആയിരിക്കുന്ന ലൂസ് എന്ന മരുഭൂമിയെ, നീ ആയിരിക്കുന്ന മരുഭൂമിയുടെ സാഹചര്യങ്ങളെ ബഥേൽ എന്ന നീരോട്ടമുള്ള പച്ചപ്പുള്ള താഴ്വരയാക്കി മാറ്റുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. അതേ, അവൻ നിനക്ക് വേണ്ടി ചിലത് തുറന്നു തരുമ്പോൾ ആ മരുഭൂമിയുടെ അവസ്ഥ മാറിപ്പോകുക. യേശുവിൻ നാമത്തിൽ ഈ സമയം എന്നെ കേൾക്കുന്ന ചിലർക്ക് മുകളിൽ സ്വർഗം തുറക്കുക. ദൈവം ചിലത് നിങ്ങൾക്ക് തുറന്നു തരിക. നിങ്ങളെയും ദൈവത്തെയും ചേർത്ത് നിർത്തുവാൻ ഉതകുന്ന വിധത്തിൽ ചിലത് ദൈവം തുറന്നു തരിക. ദൈവത്തിൻ്റെ ദൂതന്മാരുടെ സന്ദർശനം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വിധത്തിൽ ചിലത് തുറന്നു തരിക യേശുവിൻ നാമത്തിൽ. ആ ജോലി സ്ഥലത്ത് സഹോദര സഹോദരി, നീ പ്രതീക്ഷിക്കുന്നത് ദൈവം നിന്നോട് കൂടെയുണ്ടെന്ന് മറ്റുള്ളവർ പറയുവാൻ തക്ക വിധത്തിൽ. ആമേൻ. തിരിച്ചറിയുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിന്റെ ദൈവം എവിടെയെന്ന് ചോദിച്ച അനേക ആ തൊഴിലിടത്തിൽ ഒന്നുമില്ലാത്തവനായി ഒന്നുമില്ലാത്തവളായി ബാധ്യതപ്പെട്ട് നീ ആയിരുന്നപ്പോൾ അനേകർ ചോദിച്ചതാ, നിന്റെ ദൈവം എവിടെ, നിന്റെ ദൈവം എവിടെ, നിന്റെ ദൈവം എവിടെ? അവർ കാണുവാൻ തക്കവണ്ണം ദൈവം നിന്നോട് കൂടെയുണ്ട്. നീ ഓടിപ്പോയിട്ട് നിന്നെ വിട്ടുമാറാതെ ദൈവം നിന്നോട് കൂടെയുണ്ട്. അവൻ ചിലത് തുറന്നു തന്നിരിക്കുന്നു. നിന്റെ മരുഭൂമിയുടെ അവസ്ഥ മാറുവാൻ, ആ തൊഴിലിടത്തിലെ വരൾച്ച മാറുവാൻ, ഇല്ലായ്മ മാറുവാൻ തക്കവണ്ണം ചിലത് തുറന്നു കിട്ടുക യേശുവിൻ നാമത്തിൽ. സഹോദരി, ആ കുടുംബജീവിതത്തിലെ വരൾച്ച മാറുവാൻ തക്കവണ്ണം, സ്നേഹമില്ലാതെ ഉണങ്ങി വരേണ്ട അവസ്ഥ മാറുവാൻ തക്കവണ്ണം ദൈവം ചില വാതിലുകളെ നിനക്ക് മുമ്പിൽ തുറന്നു തരിക. ദൈവ സാന്നിധ്യം നീ അനുഭവിക്കുന്ന, ദൈവിക ദർശനങ്ങൾ നീ കാണുന്ന, ദൂതന്മാരുടെ സാന്നിധ്യം നിന്റെ ഭവനത്തിനകത്ത് വെളിപ്പെടുന്ന വിധത്തിൽ ചിലത് ദൈവം തുറന്നു തരിക, നിന്റെ ജീവിതത്തെ മാറ്റുവാൻ തക്കവണ്ണം. സഹോദര, ആ ഊഷ്മളതയും സ്നേഹവും സമാധാനവും ഒക്കെ തിരികെ കൊണ്ടുവരുവാൻ തക്കവണ്ണം ദൈവം ചിലത് തുറന്നു തരിക. നീ ആഗ്രഹിക്കുന്നത് സംഭവിക്കുവാൻ വേണ്ടി ദൈവം ചിലത് തുറന്നു തരിക. നീ നോക്കുന്ന വാതിലുകളൊന്നും അല്ല കേട്ടോ. ആമേൻ. നിങ്ങൾക്ക് ഒരുപാട് വാതിലുകൾ അറിയാം, ഒരുപാട് മുട്ടിയിട്ടുള്ള, തുറന്നു കിട്ടാത്ത, അടഞ്ഞു പോയ ആ വാതിലുകളെ കുറിച്ചൊന്നുമല്ല. അതൊക്കെ അവിടെ നിൽക്കട്ടെ. തുറന്നു തരാൻ പോകുന്നത് സ്വർഗത്തിലുള്ള വാതിലാണ്. ഒരു വാതിലേ തുറക്കത്തുള്ളൂ. ഭൂമിയിൽ നിങ്ങൾ ഏതൊക്കെ വാതിലിന് മുമ്പിൽ മുട്ടി തളർന്നായിരുന്നോ, ആ വാതിലുകളിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചതിനപ്പുറമായി നിങ്ങളുടെ ജീവിതത്തിൽ വരുവാൻ തക്കവണ്ണം സ്വർഗത്തിൽ ഒരു വാതിൽ എൻ്റെ ദൈവം തുറക്കും. ഈ പകലിനും എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, നിന്നോടുള്ള ദൂത, നിന്റെ തലമുറകൾക്ക് വേണ്ടി നീ ആഗ്രഹിച്ചു പല വാതിലുകളിലും മുട്ടി, പലയിടത്തും കയറി ഇറങ്ങി, നീ പ്രതീക്ഷിച്ചതൊന്നും കിട്ടിയില്ല. എന്നാൽ അവിടെയല്ല, നീ പ്രതീക്ഷയോടെ നോക്കുന്നിടത്തല്ല, നീ പ്രതീക്ഷിച്ചത് കിട്ടുമെന്ന് നീ പ്രതീക്ഷയോടെ നോക്കുന്നിടത്തല്ല, സ്വർഗത്തിൽ നിനക്ക് വേണ്ടി വാതിൽ തുറക്കുക. നീ ഈ ലോകത്തിൽ പ്രതീക്ഷ വെച്ചത് നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ, അതേ ആ തലമുറകൾക്ക് നീ ആഗ്രഹിച്ചതുപോലെ ആ ഭാവി ഉണ്ടാകുവാൻ, അവർക്ക് ആ തൊഴിൽ കിട്ടുവാൻ, അവർ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ പുറത്തു വരുവാൻ തക്കവണ്ണം എൻ്റെ ദൈവം ചിലത് തുറന്നു തരിക. താങ്ക് യു ലോർഡ്. ആമേൻ. ദൂതന്മാർ ഇറങ്ങി വരിക. ആ തുറന്ന വാതിലിൽ കൂടെ ദൈവത്തിൻ്റെ ദൂതന്മാർ ഇറങ്ങി വരിക. വെറുതെ ഒന്നും മരുഭൂമിയൊന്നും മാറത്തില്ല, അത് നിങ്ങൾക്ക് അറിയാമല്ലോ. ചുമ്മാ പറഞ്ഞ് പോകല്ലേ ദൈവദാസനെ എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയും. കാരണം അങ്ങനത്തെ മരുഭൂമിയാണ്, കടവുന്ന വളരുന്ന മരുഭൂമിയാണ്. പറ്റത്തില്ല ദൈവദാസനെ, അത് പറ്റിക്കാനാ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. ഗോവേണിയ, ഓ സ്തോത്രം. അവിടെ നീ പാരച്ചൂട്ട് കൊണ്ട് ചാടി വന്നതുപോലെ തിരിച്ചു കയറി പോകാൻ പറ്റാതെ നിൽക്കുകയല്ല, കയറുകയും ഇറങ്ങുകയും ചെയ്യുക. വായിച്ചു നോക്ക്, വീണ്ടും വായിച്ചു നോക്ക്, എന്തിനാ അങ്ങനെ എഴുതിയിരിക്കുന്നു. കയറുകയും ഇറങ്ങുകയും ചെയ്യുക. സ്വർഗത്തിൽ നിന്ന് നിന്റെ ആവശ്യത്തിനുള്ളതുമായിട്ട് ഭൂമിയിൽ വരുന്നു, നിന്നോട് സംസാരിക്കുന്നു, നിനക്ക് വേണ്ടത് തരുന്നു, വീണ്ടും കയറുക, നിനക്ക് വേണ്ടതുമായിട്ട് വീണ്ടും വരിക യേശുവിൻ നാമത്തിൽ. ഓ, ഞാൻ പലപ്പോഴും ആ പ്രാർത്ഥനയുടെ മധ്യത്തിൽ ആത്മനിറവിൽ ഇങ്ങനെ കാണാറുണ്ട്. നിറഞ്ഞ ചാക്കുമായി ദൈവത്തിൻ്റെ ദൂതന്മാർ ഇറങ്ങും, തിരികെ അവർ ഒഴിഞ്ഞ ചാക്കുമായി കയറിപ്പോകും. ഓ സ്തോത്രം. പ്രാർത്ഥിക്കുന്നവൻ ഒഴിഞ്ഞ ചാക്കുമായിരിക്കും. ദൂതന്മാർ കയറി പോകുമ്പോൾ പ്രാർത്ഥിക്കുന്നവൻ്റെ ആ ഒഴിഞ്ഞ ചാക്ക് നിറയും യേശുവിൻ നാമത്തിൽ. അവൻ്റെ ആവശ്യത്തിൻ്റെ ചാക്ക് നിറയും. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി, ചില ഒഴിഞ്ഞത് ദൈവത്തിൻ്റെ ദൂതന്മാർ നിനക്ക് വേണ്ടി നിറച്ചു തരുന്ന കൃപയ്ക്കായി. ഓ താങ്ക് യു ലോർഡ്. ആമേൻ. നിറച്ചു കൊടുക്കുക.
ഓടിപ്പോയവനെ വളർത്തുവാൻ വേണ്ടി ദൈവം മരുഭൂമിയെ നീരോട്ടമുള്ള താഴ്വരയാക്കി മാറ്റുക. ഓടിച്ചു വിടപ്പെട്ട സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്താൽ ഓടിപ്പോയ, പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ ഓടി ഒളിക്കുന്ന പ്രിയരെ, നിങ്ങളെ വളർത്തുവാൻ വേണ്ടി ദൈവം നിങ്ങളായിരിക്കുന്ന ആ ചുറ്റുപാടിനെ മാറ്റുക. ലൂസ് മാറുക, മരുഭൂമി മാറുക. ഓഹ്, താങ്ക് യു ലോർഡ്. നിങ്ങളെ ഭ്രാന്ത് പിടിപ്പിക്കുന്ന ആ മരുഭൂമി മാറുക. ആമേൻ. ചിലരുടെ ജീവിതത്തിൽ ഞാൻ ഭ്രാന്തിൻ്റെ വക്കോളം എത്തി, ഇനി എനിക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിയത്തില്ല, ഇനി എനിക്ക് ഓടി ഒളിക്കുവാൻ വയ്യ, മരണം മതിയെന്ന് നിലവിളിച്ച് കരയുന്ന ചിലർ, മരണത്തിലേക്ക് നിങ്ങളെ തള്ളിയിടുവാൻ തക്കവണ്ണം മാറിയിരിക്കുന്ന നിങ്ങളുടെ സാഹചര്യം മാറുക. ബഥേലായി അത് മാറുക. ദൈവത്തിൻ്റെ ഭവനമായി ആ മരുഭൂമി മാറുക. പേടിയും നിരാശയും കൊണ്ടുവരുന്ന ആ മരുഭൂമി ദൈവത്തിൻ്റെ ഭവനമായി മാറുക. അപ്പോൾ എങ്ങനെ യാക്കോബ് ഇത് നേടിയെടുത്തു? നമ്മൾ ആഗ്രഹിക്കുന്നതാണ്. എങ്ങനെയാണ് യാക്കോബിന് ഇത് നേടുവാൻ കഴിഞ്ഞത്? ഒരു കാര്യം ആദ്യമേ പറയട്ടെ. ഇങ്ങനെ ഓരോ സാക്ഷ്യങ്ങളെക്കുറിച്ച് വിശുദ്ധ വേദ പുസ്തകത്തിൽ ഭക്തന്മാരുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത വലിയ സാക്ഷ്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ നമുക്കൊരു ചിന്ത വരും, ഞാൻ യോഗ്യനല്ല. ആ ചിന്തയൊന്നും വരണ്ട. ഈ പറഞ്ഞവരാ യോഗ്യന്മാരല്ലാത്ത, ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാൻ ഒരു നിലയ്ക്കും യോഗ്യന്മാരല്ലാത്തവരെ കുറിച്ച് ആ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വേദപുസ്തകത്തിലെ സാക്ഷികളൊന്നും യോഗ്യന്മാരല്ല. അവരെക്കാൾ യോഗ്യതയുള്ളവരാണ് നമ്മൾ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം. ആമേൻ. അതുകൊണ്ട് അയ്യോ അവർക്ക് കിട്ടി, അവർക്ക് എന്തോക്കെ കൂടുതലുണ്ടായിരുന്നു, അവരെക്കാൾ കൂടുതൽ നിനക്കുണ്ട്. ക്രിസ്തു എന്ന കൂടുതൽ നിനക്കുണ്ട്. ആ ക്രിസ്തു എന്ന കൂടുതലിലൂടെ ഈ വേദപുസ്തകം വെളിപ്പെടുത്തുന്ന സകല അനുഗ്രഹങ്ങളും അനുഭവിക്കുവാൻ നീ യോഗ്യനാണ്. നീ യോഗ്യനാണ്. ആമേൻ. യോഗ്യരല്ലാത്തവർ അനുഭവിക്കണ്ട. യോഗ്യനാണ് നീ. ക്രിസ്തുവിലൂടെ നീ യോഗ്യനാണ്. അപ്പോൾ അങ്ങനെ യോഗ്യതയില്ല എന്ന് പറഞ്ഞ് കരഞ്ഞ് മുറിക്കകത്ത് ഇരിക്കണ്ട. അപ്പം എങ്ങനെ യോഗ്യനല്ലാത്ത യാക്കോബ് അത് പ്രാപിക്കുവാൻ യോഗ്യനായി തീർന്നു? അല്ലെങ്കിൽ എങ്ങനെയാണ് യാക്കോബിൻ്റെ ജീവിതത്തിൽ ആ സ്വർഗം തുറന്നു കിട്ടിയത്? അപ്പോൾ അതേക്കുറിച്ച് 28-ാം അധ്യായം തന്നെ 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം, ശ്രദ്ധിച്ചോളണേ. യാക്കോബ് ഒരു നേർച്ച നേർന്നു, ദൈവം എന്നോടുകൂടെ ഇരിക്കുകയും ഞാൻ പോകുന്ന ഈ യാത്രയിൽ എന്നെ കാക്കുകയും ഭക്ഷിപ്പാൻ ആഹാരവും ധരിപ്പാൻ വസ്ത്രവും എനിക്ക് തരികയും എന്നെ എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് സൗഖ്യത്തോടെ മടക്കി വരുത്തുകയും ചെയ്യുമെങ്കിൽ യഹോവ എനിക്ക് ദൈവമായിരിക്കും. ഞാൻ തൂണായി നിർത്തിയ ഈ കല്ല് ദൈവത്തിൻ്റെ ആലയമാകും. നീ എനിക്ക് തരുന്ന സകലത്തിലും ഞാൻ നിനക്ക് ദശാംശം തരും എന്ന് പറഞ്ഞു. 3 കാര്യങ്ങൾ യാക്കോബിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുകയാണ്. തൻ്റെ ജീവിതം മാറുവാൻ വേണ്ടി, ദൈവത്താൽ മാറ്റപ്പെടുവാൻ വേണ്ടിയുള്ള 3 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, മാറ്റം ഇനിയാ, തുറന്ന കാര്യമേ പറഞ്ഞുള്ളൂ, മാറാൻ പോകുന്നതേ ഉള്ളൂ. നോക്കിക്കോ, അതിനുള്ള തീരുമാനം. 1, യഹോവ തന്നെ ദൈവം. നീ തന്നെ എൻ്റെ ദൈവം. നീ അല്ലാതെ എനിക്ക് മറ്റൊരു ദൈവവുമില്ല. ആമേൻ. യാക്കോബിൻ്റെ ഒന്നാമത്തെ തീരുമാനം അതാണ്, നീ തന്നെ എൻ്റെ ദൈവം. യേശുവേ, നീ അല്ലാതെ എനിക്ക് മറ്റൊരു ദൈവവുമില്ല. ഈ വാക്യം എത്ര തവണ നിങ്ങൾ പറഞ്ഞാലും അത് പിന്നെയും പിന്നെയും കേൾക്കുവാൻ കൊതിയോടെ കാത്തു നിൽക്കുന്ന ഒരാളുണ്ട്, ദൈവം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ, മക്കളുള്ളവർക്കറിയാം, കുഞ്ഞുങ്ങൾ ആദ്യം പപ്പയെന്നോ അമ്മയെന്നോ ഒക്കെ വിളിച്ചു തുടങ്ങിയപ്പോൾ എന്താ 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 എന്ന് ചോദിച്ച് മക്കളടുത്ത് നിന്നില്ലേ, വിളി വിളി എന്ന് പറഞ്ഞ് കേൾക്കാൻ വേണ്ടി കൊതിയോടെ, അതുപോലെ ദൈവം കേൾക്കാൻ വേണ്ടി കൊതിയോടെ നിൽക്കുക. നിങ്ങൾ പറയണം, നീ തന്നെ എൻ്റെ ദൈവം. ഏത് പ്രശ്നത്തിലും, ഏത് പ്രതിസന്ധിയിലും, ഏത് വെല്ലുവിളിയുടെ മധ്യത്തിലും സർവശക്തനായ ദൈവമേ, നീ തന്നെ എൻ്റെ ദൈവം. ആമേൻ. നീ അല്ലാതെ മറ്റൊരു ദൈവം എനിക്കില്ല. എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കടന്നു വന്നാലും നമുക്കൊരു ഉറപ്പുണ്ടായിരിക്കണം, ഈ ദൈവമല്ലാതെ എനിക്ക് മറ്റൊരു ദൈവമില്ല. ഈ ദൈവത്തെ വിട്ട് ഞാൻ മുന്നോട്ടോ പിന്നോട്ടോ ഇല്ല. ആമേൻ. നമ്മുടെ മോശ പറഞ്ഞതുപോലെ, തിരുസാന്നിധ്യം കൂടെ പോകുന്നില്ലെങ്കിൽ എന്നെ അയക്കരുത്, ഞാൻ ഇവിടെ തന്നെ നിന്നോളാം. ആമേൻ. ദൈവമേ, അങ്ങ് തന്നെ എൻ്റെ ദൈവം. എൻ്റെ പിതാക്കന്മാരുടെ ദൈവം തന്നെ, അബ്രഹാമിൻ്റെ ദൈവം തന്നെ, ഈസഹാക്കിൻ്റെ ദൈവം തന്നെ. യാക്കോബ് പറയുകയാണ്, അത് തന്നെ എൻ്റെ ദൈവം. കുഞ്ഞുങ്ങളെ, ആ ഒരു തീരുമാനത്തിലെത്തുവാൻ കഴിയുന്നുണ്ടോ? ഒരു മൂടൽ മഞ്ഞിൽ അകപ്പെട്ട അനുഭവം പോലെയാണ് പലപ്പോഴും. കുറേയൊക്കെ പറയുന്നു, പ്രാർത്ഥിക്കുന്നു, പള്ളിയിൽ പോകുന്നു, പക്ഷേ എന്തോ ഒരു വ്യക്തതയില്ല, ഒരു ക്ലാരിറ്റി ഇല്ല. ദൈവത്തിന് നിങ്ങളിൽ നിന്നൊരു ക്ലാരിറ്റി കിട്ടുന്നില്ല. ഒന്ന് ഉറപ്പിക്കേ, എൻ്റെ അപ്പനും അമ്മയും കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ആ ദൈവം തന്നെ എനിക്കും ദൈവം. നീ തന്നെ എൻ്റെ ദൈവം. ആ ഉറപ്പ്. 2, ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ
ഈ യാക്കോബ് ഒരു നേർച്ച തരികയാണ്, നിനക്കൊരാലയം പണിയും. അപ്പോൾ പിന്നെ ഞാൻ പറയാം, ഇത് പഴയ നിയമത്തിലാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആലയം നമ്മുടെ ശരീരമാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 3-ാം അധ്യായം 17 വാക്യങ്ങൾ, 18, 19, 6-ാം അധ്യായം. അപ്പോൾ ഇവിടെയൊക്കെ കാണുവാൻ കഴിയുന്നു നമ്മളാണ് ആ ആലയം. നമ്മൾ ആലയമായി മാറുക, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തെ ദൈവത്തിൻ്റെ ആലയമായി, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്ന ആലയമായി പണിയുക. ദൈവത്തിന് വേണ്ടി ചിലത് ചെയ്യുവാൻ തയ്യാറാകുക. 3-ാമത് പറയുന്നു അത് നേർച്ചയാണ്. 3-ാമത് പറയുന്നു ഞാൻ എനിക്ക് കിട്ടുന്ന എല്ലാത്തിലും ദശാംശം തരും. എനിക്കുള്ളതിനെല്ലാം നീ ഓഹരിക്കാരനാണ്. നീ എൻ്റെ പാർട്ട്ണറാണ് കർത്താവ്. ദൈവത്തെ പാർട്ട്ണറാക്കി എത്ര പേരുണ്ട്? ആമേൻ. എല്ലാ വഴിയും അടഞ്ഞ് ഒരു പാർട്ട്ണർ ഭൂമിയിൽ കിടക്കുന്നു, മറ്റൊരു പാർട്ട്ണർ ഭൂമിയിൽ വഴികൾ അടഞ്ഞു കിടക്കുന്ന പാർട്ട്ണറിന് വേണ്ടി സ്വർഗത്തിൻ്റെ വാതിൽ തുറക്കുന്നു. പാർട്ട്ണർഷിപ്പാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതാണ് നിങ്ങളുമായൊരു പങ്കാളിത്തം. സ്തോത്രം, താങ്ക് യു ലോർഡ്. ദൈവത്തെ നിങ്ങൾ പങ്കാളിയാക്കിയിട്ടുണ്ടോ? ദൈവത്തിൽ നിന്നുള്ളതെല്ലാം നിങ്ങളിലേക്ക് വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു, അതുപോലെ നിങ്ങളിൽ നിന്നുള്ളത് ദൈവത്തെങ്കിലേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഈ 3 തീരുമാനങ്ങൾ, നീ തന്നെ എൻ്റെ ദൈവം, നീ വസിക്കുവാൻ എൻ്റെ ശരീരത്തെ നിൻ്റെ ആലയമായി ഞാനിതാ സമർപ്പിക്കുന്നു, എനിക്കുള്ളതിനെല്ലാം നിനക്ക് ഓഹരിയുണ്ട്, നീ എൻ്റെ പാർട്ട്ണറാണ്. ഈ 3 തീരുമാനങ്ങളുണ്ടോ? ആ തീരുമാനങ്ങളുടെ ഫലത്തെക്കുറിച്ച് പിന്നെയും ഉൽപ്പത്തി പുസ്തകം തന്നെ 32-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ യാക്കോബ് പറയുകയാണ്, ഞാനൊരു വടിയോടുകൂടെ പോയി 2 കൂട്ടമായി മടങ്ങി വന്നു. സമൃദ്ധിയുടെ സമ്പത്തിൻ്റെ കൂട്ടത്തെയും തെളിച്ചുകൊണ്ട് വരുവാൻ തക്കവണ്ണം എൻ്റെ തീരുമാനങ്ങൾ എന്നെ പ്രാപ്തനാക്കി. എനിക്ക് വേണ്ടി ദൈവം സ്വർഗം തുറന്നതുകൊണ്ട് ഒരു വടിയോടുകൂടെ പോയ ഞാൻ നന്മകളെയും തെളിച്ചു കൊണ്ടുവന്നു. സ്തോത്രം, താങ്ക് യു ലോർഡ്. ഈ ആടുകളെയൊക്കെ മേച്ചുകൊണ്ട് ഇടയന്മാർ പോകുന്നത് പോലെ നന്മയെ മേച്ചുകൊണ്ട് യാക്കോബ് വരിക. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സഹോദര സഹോദരി, നീ ആയിരിക്കുന്ന ആ സ്ഥാനത്ത് നിന്റെ നന്മകളെയും തെളിച്ചുകൊണ്ട് നീ മടങ്ങി വരിക. ചിലതിനെ തെളിച്ചുകൊണ്ട്, നിന്റെ നന്മകളെ തെളിച്ചുകൊണ്ട്, നിന്റെ സന്തോഷത്തെ തെളിച്ചുകൊണ്ട് നീ മടങ്ങി വരിക യേശുവിൻ നാമത്തിൽ. ഓടിപ്പോയെന്ന് മറ്റുള്ളവർ പറഞ്ഞ സ്ഥാനത്ത് പേടിച്ച് കടം കയറി പ്രശ്നങ്ങളുടെ മധ്യത്തിൽ നിന്ന് ഓടിപ്പോയ നിന്നോട് തന്നെ നീ നന്മകളെ തെളിച്ചുകൊണ്ട് മടങ്ങി വരിക. ആമേൻ. സന്തോഷകരമായ നിന്റെ കുടുംബജീവിതവുമായി നിന്നെ അറിയുന്നവരുടെ മധ്യത്തിലേക്ക് മടങ്ങി വരിക യേശുവിൻ നാമത്തിൽ. ഒന്നുമില്ലാതെ ഓടുക, കുടുംബജീവിതത്തിനകത്തൊന്നും ഒന്നുമില്ലാതെ ഓടുക. ചത്താൽ മതി, അയ്യോ ആരെങ്കിലും കൊന്നിരുന്നെങ്കിൽ എനിക്ക് ചാവാൻ പേടിയായതുകൊണ്ട് അങ്ങോട്ട് കയറി വെല്ലുവിളിക്കുക, നീ എന്നെ കൊല്ല്. ഭർത്താവിനോട്, ഭാര്യയോട് പറയുക, എന്തെങ്കിലും വിഷം തന്ന് നീ എന്നെ കൊല്ല്, എനിക്ക് നീ ജീവിക്കുവാൻ വയ്യ, എനിക്ക് മരിക്കുവാൻ പേടിയാ. നിന്നോട് തന്നെ ഒന്നുമില്ലാതെ ഓടി നടക്കുന്ന നിന്നോട് തന്നെ നീ മടങ്ങി വരിക യേശുവിൻ നാമത്തിൽ. സന്തോഷത്തെ തെളിച്ചുകൊണ്ട്, നിന്റെ വാഗ്ദത്തത്തെ തെളിച്ചുകൊണ്ട് നീ മടങ്ങി വരിക. അതിന് തക്കവണ്ണം സ്വർഗം തുറക്കുക. ദൈവസന്നിധിയിൽ ഇരിക്കുക, തീരുമാനമെടുക്കുക, പ്രാർത്ഥിക്കുക, സ്വർഗം തുറക്കുക. താങ്ക് യു ലോർഡ്. മാതാവേ, പിതാവേ, മക്കളെ മേയ്ക്കുവാനുള്ള ഒരു അവസരം ഇന്ന് കിട്ടുന്നില്ല. കാട്ടുകഴുതയെ പോലെ ഓടി നടക്കുക. ആമേൻ. വാക്കുകൾ കേൾക്കുന്നില്ല, നിന്റെ ഇഷ്ടമൊന്നും സംഭവിക്കുന്നില്ല, കൈവിട്ടു പോകുന്നു, വിഷമിച്ച് ഭാരത്തോടെ ആയിരിക്കുന്നു. നീ അവരെ തെളിക്കുവാൻ പോകുക യേശുവിൻ നാമത്തിൽ. നീ തെളിച്ച വഴിയെ, അടിച്ച വഴിയല്ല, നീ തെളിച്ച വഴിയെ അവർ വരുവാൻ പോകുക യേശുവിൻ നാമത്തിൽ. അതിന് തക്കവണ്ണം സ്വർഗം തുറക്കുക, നിന്റെ തലമുറകൾ മാറുക. ആമേൻ. സ്തോത്രം. ആരോഗ്യം. ആമേൻ. ആ മരുന്നിൻ്റെ തുണ്ടുമായിട്ട് കവർ കണക്കിനിരിക്കുന്ന, ബോക്സിലിരിക്കുന്ന, പണ്ടൊക്കെ വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി പല പല സാധനങ്ങൾ നമ്മൾ വീട്ടിനകത്ത് കൊണ്ടുപോയിക്കും. ഇന്ന് എന്നെ കേൾക്കുന്ന ചിലർ വീട് ഡെക്കറേറ്റ് ആകട്ടെ എന്ന് പറഞ്ഞ് മരുന്ന് വയ്ക്കുന്ന ബോക്സുകളൊക്കെ, മനോഹരമായ ബോക്സുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് യേശുവിൻ നാമത്തിലല്ലേ. ആ ഡെക്കറേഷനൊന്നും വേണ്ട. സൗഖ്യം തെളിച്ചുകൊണ്ട് നടക്കുവാൻ തക്കവണ്ണം യേശുവിൻ നാമത്തിൽ സൗഖ്യമാകാം. താങ്ക് യു ലോർഡ്. സ്വർഗം തുറക്കുക, ദൂതന്മാർ ഇറങ്ങുക നിന്റെ ശരീരത്തിലേക്ക്. മെഡിസിന് ചെയ്യുവാൻ കഴിയാത്ത ദൂതന്മാർ ചെയ്യുക. താങ്ക് യു ലോർഡ്. നിന്റെ പാർട്ണർ നിനക്ക് വേണ്ടി ചെയ്യുവാൻ ദൂതനെ അയച്ചിട്ടുണ്ട് യേശുവിൻ നാമത്തിൽ. പ്രാർത്ഥിക്കുക, ആ ദൂതന്മാർ സർജറി ചെയ്യുക. സഹോദരി, സഹോദര, ദൈവത്തിൻ്റെ ദൂതന്മാർ നിന്നെ സർജറി ചെയ്യുക യേശുവിൻ നാമത്തിൽ. നീങ്ങിപ്പോകാത്ത മുഴ ഇവിടുത്തെ ഡോക്ടർമാർ സർജറി ചെയ്തു, വീണ്ടും വീണ്ടും മുളച്ചു വരിക യേശുവിൻ നാമത്തിൽ. അതിന് ദൂതന്മാർ സർജറി ചെയ്ത് നീക്കുക യേശുവിൻ നാമത്തിൽ. അത് സൗഖ്യമാകട്ടെ, ചുവറാകട്ടെ. താങ്ക് യു ലോർഡ്. ആമേൻ. അവസ്ഥയ്ക്ക് മാറ്റം വരുവാൻ തക്കവണ്ണം മരുഭൂമി
ബഥേലാകുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ദൂതന്മാർ ഇറങ്ങി വരിക. തീരുമാനമെടുത്തവന് മുൻപിൽ. അതേ പ്രിയരെ, റെഡിയാണോ? ആ തീരുമാനമെടുത്ത് മുൻപോട്ട് പോകുവാൻ സ്വർഗം തുറക്കും. സ്വർഗം തുറക്കും. നിങ്ങൾക്ക് വേണ്ടി സ്വർഗം തുറക്കും. അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമാണെന്ന് കരുതുന്നു. അനുഗ്രഹമാണെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾ അറിയുന്നവരിലേക്ക് ഈ മെസ്സേജ് ഷെയർ ചെയ്യുക. അതുപോലെ ഞങ്ങളെ പരിചയപ്പെടുത്തുക. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗം നിങ്ങൾക്ക് മുകളിൽ തുറക്കും. നിങ്ങൾ ഒറ്റയ്ക്കല്ല. പ്രൈസ് ഓഫ് ഫാമിലി നിങ്ങൾക്കൊപ്പം ദൈവത്തിൻ്റെ പാർട്ട്ണർമാരായി നിങ്ങളെ മാറ്റുവാൻ കർത്താവ് അനേകരുടെ ജീവിതത്തിൽ നിന്ന് ഞങ്ങളെ പ്രയോജനപ്പെടുത്തുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിലും ഞങ്ങളെ പ്രയോജനപ്പെടുത്തും. കണ്ണടച്ച് പ്രാർത്ഥിക്കാം. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, ഈ നല്ല ദിവസം ഇവർ കടന്നു പോകുന്നിടത്തൊക്കെയും ജയം നൽകിയവരെ മാനിച്ചാട്ടെ. രോഗികളായി ഈ സമയം എന്നെ കേൾക്കുന്നവർ സൗഖ്യത്തോടെ ഈ ദിവസത്തെ എതിരേൽക്കട്ടെ. രോഗങ്ങൾ നസ്രനായ യേശുവിൻ നാമത്തിൽ വിട്ടുമാറട്ടെ. സൗഖ്യം വ്യാപരിക്കട്ടെ. ജോലി സ്ഥലങ്ങളിൽ ഭാരപ്പെടുന്നവരുണ്ട് കർത്താവേ, ഇന്ന് പകൽക്കാലം അവർക്ക് ആശ്വസിപ്പിക്കുവാനും സന്തോഷിക്കുവാനും ആശ്വസിക്കുവാനും വേണ്ടത് എൻ്റെ ദൈവം അങ്ങ് നൽകുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. തടയപ്പെട്ട ശമ്പളങ്ങൾ ലഭിക്കട്ടെ, നന്മകൾ ലഭിക്കട്ടെ, പുതിയത് അവരുടെ ജോലി സ്ഥലത്ത് സംഭവിക്കട്ടെ. സ്വർഗം അവർക്ക് വേണ്ടി തുറക്കട്ടെ. ദൂതന്മാരുടെ സാന്നിധ്യം അവിടെ വെളിപ്പെടട്ടെ. ആ വരൾച്ച മാറട്ടെ. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കട്ടെ. കുടുംബജീവിതങ്ങളിൽ സ്നേഹവും ഐക്യതയും ഉണ്ടാകട്ടെ. ഭാര്യ, ഭർത്താവ്, മക്കൾ ചേർന്ന് വരട്ടെ. ആ വെല്ലുവിളികൾ മാറട്ടെ. ബലഹീനതകൾ മാറട്ടെ. ആമേൻ. തലമുറകളുടെ ഭാവി അനുഗ്രഹമായി തീരട്ടെ. ഇന്ന് പകൽക്കാലം മാതാപിതാക്കളായി എന്നെ കേൾക്കുന്നവർ മക്കളിൽ നിന്ന് നല്ല വാർത്തകൾ കേൾക്കുവാൻ പ്രാർത്ഥിച്ചാട്ടെ. മക്കളുടെ ജീവിത മുഖാന്തരം നിങ്ങളുടെ ജീവിതത്തിനകത്തൊരു സന്തോഷമുണ്ടാകുവാൻ, ആ വരൾച്ച മാറുവാൻ യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കട്ടെ. തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഭാവി ജീവിതങ്ങൾ ഉണ്ടാകട്ടെ. വിവാഹ ബന്ധങ്ങൾ നടക്കട്ടെ. തടസ്സങ്ങൾ മാറട്ടെ. ബിസിനസ്സുകൾ അനുഗ്രഹമായി തീരട്ടെ. കടത്തിൽ മുങ്ങിയായിരിക്കുന്നവർ കടത്തിൽ നിന്ന് പുറത്തു വരട്ടെ. ലഭിക്കേണ്ട നന്മകൾ ലഭിക്കട്ടെ. അവരുടെ ബിസിനസ്സിനെ തെളിക്കുവാൻ തക്കവണ്ണം ആ കച്ചവടങ്ങൾ അനുഗ്രഹമായി മാറട്ടെ. യേശുവിൻ നാമത്തിൽ ദൂതന്മാരുടെ സാന്നിധ്യം അവർ അനുഭവിക്കട്ടെ. അവരെ കാണുന്നവരത് തിരിച്ചറിയട്ടെ. ഭവനങ്ങളുടെ പണികൾ പൂർത്തിയാക്കപ്പെടട്ടെ. സ്വന്തം വാഹനമെന്ന ആഗ്രഹം നിവൃത്തി ഉണ്ടാകട്ടെ. ആ വസ്തുക്കൾ വാങ്ങട്ടെ. അഡ്വാൻസ് കൊടുത്ത് വാങ്ങുവാൻ കഴിയാതെ ഭാരപ്പെട്ടായിരിക്കുന്നവർ യേശുവിൻ നാമത്തിൽ ബാക്കി കൊടുക്കുവാൻ ക്യാഷ് ഉണ്ടാകട്ടെ. വഴികൾ തുറന്നു വരട്ടെ. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസം ഇവരുടെ അത്ഭുതത്തിൻ്റെ ദൈവപ്രവൃത്തിയുടെ ദിവസമാക്കിയ ദൈവം അങ്ങ് മാറ്റുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. നാളെ പകൽ ദൈവം അനുവദിച്ചാൽ പ്രൈസർ ഫാമിലിക്കൊപ്പം പ്രഭാതവൻ എന്ന പ്രതിദിന വചന സന്ദേശത്തോടൊപ്പം നിങ്ങളായിരിക്കും. അതുവരേക്കും ശുഭദിനം. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രൈസർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.